വിദ്യാഭ്യാസ വകുപ്പിന് കൈയടിക്കേണ്ട ഒരു വാർത്താക്കുറിപ്പ് പുറത്ത്. സ്കൂളിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കുട്ടിയോട് പരസ്യമായി ഫീസ് ചോദിക്കരുത്. എല്ലാ രക്ഷിതാക്കൾക്കും മൊബൈൽ ഫോണുള്ള ഇക്കാലത്ത് ചോദ്യം അവരോട് മതി. ക്ലാസ് മുറികളിൽ ബോഡി ഷെയ്മിംഗ് വേണ്ട. പഠനയാത്രയ്ക്ക് പണമില്ലെന്ന കാരണത്താൽ ഒറ്റ കുട്ടിയെ പോലും ഒഴിവാക്കരുത്. ജന്മദിനാഘോഷങ്ങളിലും മറ്റും സമ്മാനം കൊണ്ടുവരാത്തവരോട് വിവേചനം വേണ്ട. സാമ്പത്തിക ബാധ്യത വരുത്തുന്ന ആഘോഷം ഒഴിവാക്കുന്നതാണ് ഭേദം. രാജ്യത്ത് 20 വ്യവസായ സ്മാർട്ട് സിറ്റികളും ഒരു ചരക്ക് കടത്ത് ഇടനാഴിയും നിർമ്മിക്കാനുള്ള സർക്കാർ തീരുമാനം പ്രഖ്യാപിച്ച് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിൽ ട്രംപിന്റെ ഭരണം വരുന്നതിന്റെ പേരിൽ ഇന്ത്യയിൽ ഭയപ്പാടിന്റെ അനാവശ്യ ചർച്ചകൾ ഉയരുന്നതിൽ അർത്ഥമില്ലെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ട്രംപ് ഇന്ത്യയുടെ സുഹൃത്താണ്. പെർമനന്റ് അക്കൗണ്ട് നമ്പർ 2.0 പൊതു തിരിച്ചറിയൽ രേഖയായി മാറുമെന്ന് വിശദീകരിച്ച് കേന്ദ്ര സർക്കാർ. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി വിവിധ വകുപ്പുകളിൽ ഇത് പ്രയോജനപ്പെടുത്തും. റെയിൽ വികസന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിൽ കേരള സർക്കാരിന് അനാസ്ഥയെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ്. 470 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ 2100 കോടി രൂപ കൊടുത്തിട്ട് ഇതുവരെ വിട്ടുകിട്ടിയത് 64 ഹെക്ടർ. രാജ്യത്തെ ഏറ്റവും വലിയ ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് ഉച്ചകോടിയായ ഹഡിൽ ഗ്ലോബലിന്റെ 6ാം പതിപ്പിന് ഇന്ന് കോവളത്ത് തുടക്കം. 3 ദിവസത്തെ പരിപാടിയിൽ 150-ൽ പരം നിക്ഷേപകരും 3000-ലധികം സ്റ്റാർട്ടപ്പ് പ്രതിനിധികളും പങ്കെടുക്കും. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.